സൊസൈറ്റി എന്ത് ചിന്തിച്ചോ അതുപോലെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നല്ല പേരും, അതിന് ഓപ്പോസിറ്റായിട്ട് നടന്നാൽ നമുക്ക് ചീത്തപ്പേരുമാണ്. പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ എൻ്റെ ഡിവോഴ്സ് നടന്ന ടൈമിൽ, ആ കാലത്തൊക്കെ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനി ആരുടെ തെറ്റാണെങ്കിലും ആരുടെ തെറ്റാണെങ്കിലും അത് ഡിവോഴ്സ് എന്നുള്ളൊരു സംഭവം വളരെ വലിയ തെറ്റാണ്. അപ്പം അങ്ങനെ ഒരു ഡിസിഷനും ഞാൻ എടുത്തു. അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാം എന്നുള്ള ഡിസിഷനും, അതൊക്കെ എൻ്റെ ചുറ്റിലുള്ള ആ ഒരു സൊസൈറ്റിക്ക് എതിരായിരുന്നു. അപ്പം ആ എതിർത്ത് നിന്നിട്ട് ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത് രണ്ടും. സൊസൈറ്റിക്കൊരു വിചാരമുണ്ട്, നമ്മൾ സ്ത്രീകൾ ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും നന്നാവില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ട്. നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്, പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. ചെയ്യണ്ട, അല്ലെങ്കിൽ അത് ചെയ്യണ്ട, അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പേരുകൾ വരും, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ്, സോ നീ അത് ചെയ്യണ്ട. അപ്പം അതിൽ നിന്ന് ഞാനൊരു സ്റ്റെപ്പ് എടുത്തു. അത് ഭയങ്കര എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റിലുള്ള പല ആൾക്കാർക്കും എന്നോട് ആ സമയത്ത് ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പം ഇത്രയും ഒരു ജേർണിയിൽ ഇപ്പോൾ അത് ആക്സെപ്റ്റബിളായി. അത് ഓക്കെ, ഫൈൻ, ഇവൾക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് നന്നായി എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ എൻ്റെ ചുറ്റിലുള്ളവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇഷ്ടമുള്ളതെന്ന് മാത്രമല്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്നത്, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നതെന്ന് നമുക്ക് കുറച്ചൊരു മനസ്സിലൊരു ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുക. അത് ചുറ്റിലുള്ള സൊസൈറ്റീനെയൊന്നും നമ്മൾ നോക്കേണ്ട ഒരാവശ്യമില്ല.